ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ക്രീമി കോഴിയാണ്, അതായത് ക്രീം ചേർത്ത ചിക്കൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 7 പച്ചമുളക് ചതച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 4 ടേബിൾ സ്പൂൺ ഹങ്കേർഡ് ചേർത്തിരിക്കുന്നത്. തൈര് അരിച്ച് ജലാംശമില്ലാതെ എടുത്തതാണ്, 1 ചെറുനാരങ്ങയുടെ ജ്യൂസ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല, ഒരു വലിയ പിടി മല്ലിയിലയും പകുതി പിടി പുതിനയിലയും നന്നായി അരച്ചെടുത്തത്, 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാനിതൊരു 3 മണിക്കൂറാണ് വെക്കുന്നത്. ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞു. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കാം. ബട്ടർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മളുടെ ഈ ക്രീമി കോഴിക്ക്. ഓയിൽ തന്നെയും വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ലോ ഫ്ലെയിമിൽ ഇടണം. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസുകളും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡും ഒന്ന് മറിച്ചിടാം. ഇനി നമുക്ക് മൂടി വെച്ച് 7 മിനിറ്റ് കൂടെ വെക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് നമുക്ക് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കൻ പീസുകൾ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഓയിലോ ബട്ടറോ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതും മൂടി വെച്ച് 7 മിനിറ്റ് വേവിക്കാം. ഇനി 7 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ മറിച്ചിടാം. ഈ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകരുത്. മൂടി വെച്ച് 7 മിനിറ്റും കൂടെ വേവിക്കാം. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസുകളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മളുടെ ചിക്കന്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം. നമ്മൾ ഫ്രഷ് ക്രീം അധികം യൂസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഗ്രേവി ഇത്തിരി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാവുന്നതാണ്. ഇത് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ ക്രീമി കോഴിക്ക്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് കസൂരി മേത്തിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മളുടെ ക്രീമി കോഴി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ക്രീമി കോഴി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് ചപ്പാത്തിക്കും നാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പൊറോട്ടയുടെ കൂടെയൊക്കെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.